എല്ലാവർക്കും നമസ്കാരം. ഡേറ്റാ സയൻസ് എങ്ങനെ പഠിക്കണം, അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റാ സയൻസ് പഠിക്കുന്നതിന് വേണ്ടി ഡേറ്റാ സയൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിരുന്നു. അത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. എല്ലാവരും കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഡേറ്റാ സയൻസിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടും. ഇനി അത് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ നമ്മളത് പഠിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ സയൻസ് പഠിക്കുന്നതിന് ഡേറ്റയെ പറ്റി പഠിക്കണം. അപ്പോൾ ഡേറ്റയെ പറ്റി എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി. സോ ഡേറ്റയെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഡേറ്റ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളക്ട് ചെയ്ത ഡേറ്റയെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അനാലിസിസ് ചെയ്യണം, അതിനുശേഷം ലേൺ ചെയ്യണം, അതിനുശേഷം ഡീപ്പ് ലേണിംഗ് ആൻഡ് AI ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലി അതിനെ യൂസ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ഡേറ്റാ സയൻസ്. വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെക്നോളജിയാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ മൈനിങ് നമ്മൾ പഠിക്കണം, ഡേറ്റ കളക്ഷൻ, ഡേറ്റ മൈനിങ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AWS ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് DevOps, ദെൻ ബിഗ് ഡേറ്റ ആൻഡ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഇത്രയും ഏരിയാസ്. അതിൽ തന്നെ ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന വേറൊരു ഏരിയയും കൂടി ഉണ്ട്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ടാബ്ലൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. നമ്മൾ ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റാ സയൻസ് പഠിക്കുന്നതിലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇന്നത്തെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന ഏതൊരു പ്രോജക്റ്റ് എടുത്താലും, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഡെവലപ്മെൻറ്റിനായിട്ട് കിട്ടുന്ന വർക്കുകളിൽ 90% വർക്കുകൾ നമ്മൾ എടുത്താലും എല്ലാത്തിലും ഒരു ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് ജനറേഷൻ എന്ന് പറയുന്ന ഒരു മോഡ്യൂള് മിക്കവാറും എല്ലാ പ്രോജക്റ്റിലും ഉണ്ടാവും. അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെയിനായിട്ട് ഡേറ്റ വിഷ്വലൈസേഷൻ, ഡേറ്റ അനലിറ്റിക്സ് വരുന്ന ഒരു മോഡ്യൂള് മിക്കവാറും എല്ലാ പ്രോജക്റ്റുകളിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഡേറ്റാ സയൻസിന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് വന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ലാംഗ്വേജസ് എന്ന് പറയുന്നത് പൈത്തണും ആർ പ്രോഗ്രാമിങ്ങും ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ട് ഡേറ്റാ സയൻസ് എന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡേറ്റാ സയൻസിൻ്റെ പാർട്ടിൽ നമ്മൾ പഠിക്കണം. Nyeste ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തും കൊല്ലവും കൊച്ചിയും ഒക്കെ ബ്രാഞ്ചസ് ഉള്ള ഒരു കമ്പനിയാണ്, ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഈ Nyeste ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റാ സയൻസ് ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഡേറ്റാ സയൻസ് ബേസ് മുതൽ, അതായത് നമ്മൾ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത് മുതൽ അതിൽ പൈത്തൺ പ്രോഗ്രാമിങ്ങും ആർ പ്രോഗ്രാമിങ്ങും ഡീപ്പ് ലെവലിൽ പഠിപ്പിച്ച് SciPy, NumPy, Matplotlib, TensorFlow ഉൾപ്പെടെയുള്ള മെഷീൻ ലേണിംഗിൻ്റെയും ഡീപ്പ് ലേണിംഗിൻ്റെയും ലൈബ്രറീസ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും, അതുപോലെ കിവി പോലുള്ള ലൈബ്രറീസും, അതുപോലെ തന്നെ മെറ്റീരിയൽ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നും പഠിപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ കളക്ട് ചെയ്ത്, മൈൻ ചെയ്ത്, ലേൺ ചെയ്ത്, അനാലിസിസ് ചെയ്ത്, അനലിറ്റിക്സ് ചെയ്ത്, സ്റ്റോർ ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് പാക്കേജിനെ ഡിഫറെൻറ്റ് ലെവലുകളായിട്ട്, അതായത് നമുക്ക് ഇൻഡിവിജ്വലി പഠിക്കാനും പറ്റും, അതല്ല കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ Nyeste ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ പാക്കേജ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും, അത് ഫ്രഷേഴ്സിന് പഠിക്കാം. അത് ഫ്രഷേഴ്സിന് ഇപ്പോൾ ഇത്രയും പാക്കേജ് കംപ്ലീറ്റ്ലി പഠിക്കണം എന്ന് നിർബന്ധമില്ല. അവരാദ്യം പഠിക്കേണ്ടത് പൈത്തൺ പ്രോഗ്രാമിങ്ങും ആർ പ്രോഗ്രാമിങ്ങും പഠിച്ചിട്ട് എന്ത് ചെയ്യാം, അവരെ ഡേറ്റ മൈനിങ്ങും മെഷീൻ ലേണിംഗ്, ഡേറ്റ കളക്ട് ചെയ്ത് മൈൻ ചെയ്ത് മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് ആൻഡ് AI വരെ പഠിച്ചാൽ മതി. അത് ഫുൾ പാക്കേജ് പഠിക്കണം എന്നില്ല. എന്നാൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് തന്നെ ആയിക്കോട്ടെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡേറ്റ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പഠിക്കാം. അത് മാനുവലിയും ചെയ്യാം. ടാബ്ലൂ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു പാക്കേജ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി അതല്ല, ചില ആൾക്കാർക്ക് ചിലപ്പോൾ പഠിക്കേണ്ടി വരുന്നത് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ബിഗ് ഡേറ്റയും ക്ലൗഡും ഡേറ്റ സയൻസും കൂടി ചേർത്തിട്ട് കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഇത് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇൻഡസ്ട്രി ലെവലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 14 വർഷത്തോളം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഡേറ്റ സയന്റിസ്റ്റുകൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ഒരു പാക്കേജാണ് Nyeste ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തോമസ് എയ്റോ എന്ന് പറയുന്ന ഒരു കമ്പനി തിരുവനന്തപുരത്ത് കവടിയാറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
മെയിനായിട്ടുള്ള തോമസ് എയറോയുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് എയറോനോട്ടിക്സ്, UAV സിസ്റ്റംസ്, അതുപോലെ തന്നെ റോബോട്ടിക്സ്, AI ആൻഡ് ഓട്ടോമേഷൻ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് തോമസ് എയറോ ചെയ്യുന്നത്. അതായത് റോബോട്ടിക്സും IoT ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും അൺമാൻഡ് UAV സിസ്റ്റംസ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നെസ്റ്റ് വെഞ്ചർ ടെക്നോളജീസും തോമസ് എയറോയും കൂടി ഇൻ അസോസിയേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? IoT പ്ലാറ്റ്ഫോംസും അതുപോലെ റോബോട്ടിക്സും എയർനോട്ടിക്സും അൺമാൻഡ് UAV സിസ്റ്റംസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പാക്കേജും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തോമസ് എയറോയുടെ തന്നെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ഓഫ് മെമ്പേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സിൽ നിന്ന് മാത്രമേ ഉറപ്പായിട്ടും ഡേറ്റാ സയൻസോ അല്ലെങ്കിൽ എയറോനോട്ടിക്സോ അല്ലെങ്കിൽ UAV സിസ്റ്റംസോ ഒക്കെ പഠിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത് ചുമ്മാ എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് ഒക്കെ വെച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ പൊതുവേ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇൻഡസ്ട്രിയിൽ ആൾക്കാരുടെ നോളജ്, ലൈവ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ നോളജ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യാനും എങ്ങനെയാണ് ലൈവ് മെത്തഡോളജിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതോ, അതായത് ഡേറ്റാ സയൻസിൻ്റെ ടെക്നോളജികൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ കോഴ്സുകളായിട്ട് ഈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെസ്റ്റ് വെഞ്ചർ ടെക്നോളജീസും തോമസ് എയറോയും ഞാൻ ഈ പറഞ്ഞ ഡേറ്റാ സയൻസിൻ്റെയും അതുപോലെ റോബോട്ടിക്സിൻ്റെയും ഒക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എൻക്വയറീസിന് വേണ്ടി ഞാൻ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പറും വെബ്സൈറ്റിൻ്റെ ലിങ്കും എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാണ്ട് നെസ്റ്റ് വെഞ്ചർ ടെക്നോളജീസ് തന്നെ ഡിവോപ്സിൻ്റെ, അതായത് ഓട്ടോമേഷൻ്റെ ഒരു സെപ്പറേറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന പ്രോസസ്സുകൾ എല്ലാം നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഡിവോപ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെയും എക്സ്പേർട്ട് ഹാൻഡ്സിൽ നിന്നുള്ള ട്രെയിനിങ് നെസ്റ്റ് വെഞ്ചർ ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കോഴ്സിൻ്റെ എൻക്വയറീസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ എൻക്വയറി നമ്പറും കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തു തരികയും നിങ്ങൾക്ക് പഠിപ്പിച്ച് ജോബ് സപ്പോർട്ട് ചെയ്തു തരികയും കൂടി നമ്മുടെ ഈ ടീം ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ജോബ് കിട്ടും എന്നുള്ളത് 100% ഞങ്ങൾ ഷുവർട്ടി പറയുന്നുണ്ട് ഇതിനകത്ത്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.